അപ്പൊ നമുക്കിനി താമസിപ്പിക്കേണ്ട തുടങ്ങല്ലേ? എന്നാ തുടങ്ങാം. അല്ല, അതിനകത്ത് എനിക്ക് തോന്നിയത് ഒരു വേർഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഷാനവാസ് ഒരിക്കലും അമ്മയെ പറഞ്ഞിട്ടില്ല. ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുള്ളൂ. കേട്ട് ഞാൻ മടുത്തു. ഷാനവാസ് ഒരുപാട് പേരുടെ അച്ഛനെ പറയുന്നുണ്ട്. അത് തെറ്റാണ്. ഞാനത് എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ്. എല്ലാവരും എടി പൊടി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. പിന്നെ ഇവിടെ നല്ല കുടുംബത്തിൽ പറഞ്ഞവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളോട് അങ്ങനെ ഭാഷ ഉപയോഗിക്കരുത്. എന്റെ ഷാനവാസ്, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ സംസാരിക്കും, ഇവിടെ വരൂ. ഷാനവാസ് ഖാനെ വിളിക്കാമെന്ന് ഞാനാണ് പറഞ്ഞത്. പക്ഷെ തീരുമാനം എടുത്തത് ആര്യനാണ്. ഷാനവാസിനെ വിളിച്ച് അക്ബർ ഇത് പുറത്തു വെച്ച് പറയുമായിരുന്നു ഉണ്ടായത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഷാനവാസിന് കൊടുത്തൊരു പണി തന്നെയാണിത്, എക്സ്പോസ് ചെയ്യാന്നുള്ളതും. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഷാനവാസ് ആവശ്യമുള്ളപ്പോ ലക്ഷ്മിനെ ആവശ്യമുള്ളപ്പോ ഇല്ലല്ലോ. കോളാക്കിയത് ഞാനാ, കോളാക്കിയത് താനാണ്, മനസ്സിലാക്ക്. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പുറത്തിങ്ങനെയല്ല, ഇതെന്റെ ഗെയിമാണെന്ന്. തെറി പറയുന്നതാണോ ഗെയിം? അപ്പൊ ഷാനവാസ്, വളരെ ആത്മാർത്ഥമായ ഷാനവാസിന് ഞാനൊരു 7ന്റെ പണി തരുന്നുണ്ട്. താങ്ക് യു. എങ്ങനെ തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. താങ്ക് യു എന്ന് പറയണ്ട. അല്ല, ഒരുപാട് നന്ദി പറയേണ്ടി വരും ഷോ കഴിയുന്നതിന് മുമ്പ്. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.